ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരി പോലീസുകാരനോട് പറയാണ്, ഇപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി സാറേ, ജയപാലൻ സാറിന്റെ പണത്തിന്റെ ഹുങ്കാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അന്നേരം പോലീസുകാരൻ പറഞ്ഞു, ആഹാ മനസ്സിലാക്കി കളഞ്ഞല്ലോ കുട്ടി, എന്നാലേ വേഗം ചെല്ലി, ഇടിയും മഴയും വരികയാണ്, ഒരു വെള്ളപ്പൊക്കത്തിലും ഒഴിവ് പോകാതെ വിനീതിനെ ഞാനിവിടെ പെട്ടിയിലിട്ട് അടച്ചു വെക്കാം എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, ഏത് പെട്ടിയിലിട്ട് അടച്ചു വെച്ചാലും കാവേരിക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ഈ കാവേരിക്ക് തന്നെ അറിയാം എന്ന് പറയാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ശരി ശരി ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ വീട് പറ്റാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ കാവേരി വക്കീലിനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഈ സമയത്ത് ഗംഗയാണെന്നുണ്ടെങ്കിൽ വിനീതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കരയാതെടി, കരയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിനീത് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് കാവേരി അവിടേക്ക് വരും. ഗംഗേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. സ്റ്റേഷൻ ജാമ്യം കിട്ടൂല എന്ന് പറയാം. അപ്പോൾ വിനീത് പറയും, അതൊക്കെ എനിക്കറിയാം കാവേരി എന്ന് പറയും. അപ്പോൾ പറയും, ഞാനൊരു വക്കീലും കൂടി നാളെ വരാം എന്ന് പറയും. അപ്പോൾ കാവേരിക്കും അതുപോലെ തന്നെ ഗംഗയ്ക്കും ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ വിനീതോട് പറഞ്ഞിട്ട് പോവുകയാണ്, നാളെ എന്തായാലും ഒരു വക്കീലിനെയും കൊണ്ടുവരാം. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, സാരില്ല, വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് ഗംഗ വീണ്ടും തിരിഞ്ഞു നോക്കി പോവുകയാണ്. രാത്രിയായപ്പോൾ ഗംഗ ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ, തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വിനീത് പറഞ്ഞിട്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പിന്നെ കല്യാണത്തിൻ്റെ അന്നത്തെ ഒരു സംഭവവും ഒക്കെ ആലോചിക്കുകയാണ് കേട്ടോ. കളയാൻ പോയ ഈ ജീവിതം എനിക്ക് തന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ഗംഗ. അപ്പോഴേക്കും കാവേരി വരികയാണ്. അപ്പോൾ കാവേരി ഗംഗനോട് പറയും, ഗംഗേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്ന ഒറ്റയ്ക്കും ചോദിക്കുകയാണ്. എനിക്ക് വിനീതേട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടൊരു സമാധാനമില്ല, അവരൊക്കെ വിനീതേട്ടൻ്റെ തല്ലോ കാവേരിന്ന് ചോദിക്കുമ്പോൾ നിവിൻ പല ആൾക്കാരെ കൊണ്ടും വിളിച്ച് പറയിച്ചിട്ടില്ലേ, അപ്പോൾ അവർ തല്ലൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പറഞ്ഞു, അവരൊക്കെ പല സ്റ്റേഷനുകളല്ലേ ഇരിക്കുന്നത്, ഇവർ ഇവിടെ ഇട്ടിട്ടടിക്കുന്നത്, അവരൊക്കെ അറിയാൻ പോകുന്നുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്യൂല ഗംഗ ചേച്ചി, ഗംഗേച്ചി വിഷമിക്കേണ്ടെന്ന് പറയും. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടല്ലേ വിനീതേട്ടൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, ഇങ്ങനൊരു ശാപം പിടിച്ച ജന്മമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. എന്താ ഗംഗേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു, മണ്ടത്തരം പറയല്ലേ, ഇപ്പോൾ ഗംഗ ചേച്ചിന് കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരാപത്ത് വന്നാൽ വിനീതേട്ടൻ അതിൽ ഇടപെടാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നാലും എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതൊരു പാവമാണ് കാവേരി, ഇതൊന്നും അനുഭവിച്ചും കണ്ടൊന്നും ശീലം ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണേ. നമുക്ക് നാളെ രാവിലെ ഒരു വക്കീലിനായിട്ട് പോകാം, ഉറപ്പായിട്ടും അവരെ വിനീതേട്ടൻ നമുക്ക് പുറത്ത് കൊണ്ടുവരാമെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഗംഗ പറയുന്നത്, ഈ യമുനയുടെ അടുത്തേക്ക് ചെല്ലു, പാവം കുറേ അനുഭവിച്ചതല്ലേ, അപ്പോൾ ചേച്ചി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കട്ടെ കുറച്ച് നേരം കൂടെ എന്ന് പറയും. അങ്ങനെ അകത്ത് ചെന്നിട്ട് യമുനോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ യമുന പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ വേണ്ട ചേച്ചി, എനിക്ക് ഇറങ്ങൂല, ഞാൻ കാരണമല്ലേ വിനീതേട്ടൻ ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വന്നതെന്നൊക്കെ പറയുകയാണേ. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയും. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നീ ഒരുപാട് വിഷമിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്ത ആൾക്കാർ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു, തെറ്റ് ചെയ്യാത്ത ഞാനും വിനീതേട്ടനൊക്കെ ഇവിടെ കിടന്ന് അനുഭവിക്കുകയാണെന്ന് പറയട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യമുന പറയുകയാണെ, അവരല്ലേ ചേച്ചി അനുഭവിക്കേണ്ടത്, അവർക്കെതിരല്ലേ കേസ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപമാനിക്കപ്പെടൂലേ മോളെ നീ എന്ന് പറയുക. ഇനി എന്ത് അപമാനിക്കപ്പെടാൻ ചേച്ചി എന്ന് പറയും കേട്ടോ. പെട്ടെന്ന് തന്നെ കൈൻ്റെ ഷോൾഡർ ഇങ്ങനെ വേദന എടുക്കണ പോലെ കാണിക്കുമ്പോൾ നോക്കുമ്പോൾ അവിടെ വിശാല അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അടിച്ചതും എന്നെ ഉപദ്രവിച്ചതൊന്നും എനിക്ക് കുഴപ്പമില്ല ചേച്ചി, പക്ഷെ മനസ്സിൻ്റെ വേദന എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, മനസ്സിനേറ്റ മുറിവും അപമാനവും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തന്നെ യമുന കാവേരിയോട് പറയുകയാണ്. ഈ സമയം വിശാലാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുകയാണ്, രാത്രി ഒരു പാർട്ടി ഉണ്ട്, കുറേ പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, അവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, 2 CCTV ക്യാമറയാണ് ഇവിടെ ഉള്ളത്, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും, അപ്പോൾ അവർ 2 പേരും കാണാതെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ പറയുന്നുണ്ട്, ആഞ്ചലീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ, ആണോ അവളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവളും ഉണ്ടെന്ന് പറയും. ഞാൻ ഒരുപാട് കുട്ടിയിട്ട് തുറക്കാത്തൊരു വാതിലാണത്, എന്തായാലും അവളുണ്ടെങ്കിലേ എനിക്ക് വരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, നോക്കട്ടെ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഉറപ്പായിട്ടും അവളുണ്ടെങ്കിൽ ഞാൻ വരും, അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യണേ. അപ്പോഴേക്കും ജയപാലനും പ്രവീണയും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ സൂപ്പൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്, മട്ടൻ സൂപ്പും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിശാൽ പറയണേ, എനിക്ക് ഈ മട്ടൻ സൂപ്പൊന്നും വേണ്ടാന്ന് പറയുകയാണേ. ഏത് നേരം നോക്കിയാലും മട്ടൻ സൂപ്പും മട്ടൻ കറിയും എനിക്ക് മടുത്തെന്ന് പറയും കേട്ടോ.
അന്നേരം പ്രവീണ പറഞ്ഞേ അവനെ കൊണ്ട് കുടിപ്പിക്കിട്ടാന്ന് പറയട്ടോ. ഈ വൈദ്യർ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരുപാട് ചതവ് ശരീരത്തിലുണ്ടെന്നുള്ളത്, അപ്പോൾ ഇതൊക്കെ കുടിക്കണം എന്നൊക്കെ പറയുകയാണേ. അന്നേരം ജയപാലൻ ഇങ്ങനെ വിശാലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയണതേ ഞാൻ അമ്മനായിട്ട് പെറ്റ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്, നിനക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയും, ഞാൻ സാധിച്ചു തരാം, അമ്മയുടെ മുന്നിൽ എനിക്ക് നാണം കെടാൻ പറ്റില്ല, നിന്നെക്കൊണ്ട് ഞാനത് കുടിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിശാൽ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കാം, ശരി നീ കുടിക്കുന്നത് പോലെ കാണിച്ചു തന്നിട്ട് വേണമെങ്കിൽ നീ എൻ്റെ വായിൽ ഒഴിച്ച് തന്നോ, എന്നാൽ ശരി അച്ചാച്ചന് വേണ്ടി ഞാൻ കുടിക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ വിശാൽ പറയാം ആ ശരി കുടിക്കാം. അപ്പോൾ പ്രവീണ പറയും എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും ജയപാലിൻ്റെ ഫോൺ റിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പോലീസാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ സാറേ കാര്യം പറയുമെന്ന് പറയട്ടോ. അപ്പോൾ ജയപാലൻ സാർ ഒന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറയണം. അങ്ങോട്ടോ നോക്കിയാൽ അതെ ഇങ്ങോട്ട് വരണം, ഒറ്റയ്ക്ക് വന്നാൽ പോരെ, വിശാലിനെയും കൂട്ടിക്കൊണ്ട് വരണം. വിശാലിനെ എന്തിനാണ് സാറേ വിശാലിനൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത്, അതിൻ്റെ ഒന്നും കാര്യമില്ല സാർ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നൊക്കെ പറയട്ടോ. അപ്പോൾ പറയുന്നത് ജയപാൽ സാറേ സാർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ഫോഴ്സുമായിട്ട്, പിന്നെ വിശാലിനെ സാറിൻ്റെ മുന്നിൽ വെച്ചിട്ട് വിലങ്ങ് വെച്ച് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും എന്ന് പറയണം. ഓഹോ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് ഭീഷണിയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഭീഷണിയൊന്നുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ കാവേരി തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാവേരിനെ അതിൽ കാണിക്കുന്നുണ്ട്. കാവേരി മാത്രമല്ല യമുനയും കൂടിയിട്ടാണ് കേസ് കൊടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ യമുനെ ഉപദ്രവിച്ചെന്നുള്ള രീതിയിൽ കേസ് കൊടുക്കാൻ തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിശാൽ പെടുന്നവർക്കറിയാം. അങ്ങനെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ജയപാലും വിശാലും കൂടിയിട്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ സമയത്ത് വിനീതാണെന്നുണ്ടെങ്കിൽ വേറൊരു ജയിൽ പുള്ളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജയിലിൽ ഇങ്ങനെ കൊതുവൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജയപാലം വരിടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് ഒരു ജാതി കളിയാക്കുന്നത് പോലെ ചിരിച്ചിട്ട് ഇതാര് ജയപാലൻ സാറോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്താണ് ഒരു പരിഹാസം? പരിഹാസമൊന്നുമില്ല, ഞാൻ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, പുതിയ കൂട്ടുകാരനാന്ന് പറയട്ടോ. ആണോ പുതിയ കൂട്ടുകാരനാണല്ലേ, എന്തായാലും നീ ജയിലിൽ പോകാൻ തയ്യാറായിക്കോ എന്ന് പറയാൻ കേട്ടോ ജയപാലൻ. അപ്പോൾ വിനീത് പറയും അതിനെന്താ ജയിലിൽ പോകാമല്ലോ എന്ന് പറയും. അപ്പോൾ കൂടെ ഇരിക്കുന്ന ആളോട് പറയാണ് ദേ ഇത് കണ്ടില്ലേ, ഇതാണ് ജയപാലൻ സാറ്, വലിയ മുതലാളിയാ, ദേ നിൽക്കുന്നതാണ് ജയപാലൻ സാറിൻ്റെ മകൻ, ഞാൻ ഇടിച്ച് ഇഞ്ച പരുവാക്കിയില്ലേ അതാ ആ ചെക്കനാന്ന് പറയട്ടോ. അപ്പോൾ നാണക്കേട് പോലെ തോന്നൂട്ടോ വിശാലിന്. വിശാലൊന്നും മിണ്ടാതെ തല മുമ്പിട്ട് നിൽക്കുകയാണ്. അന്നേരം ജയപാലൻ വീണ്ടും വിനീതിനെ വെല്ലുവിളിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ, നിന്നെ ഞാൻ ജയിലിലേക്ക് അയക്കും, ജയിലിലായിരിക്കും നിൻ്റെ ഇനിയുള്ള ജീവിതം എന്നൊക്കെ പറയും. ആയിക്കോട്ടെ അതെ എനിക്ക് എന്തായാലും പൊരുത്തപ്പെട്ടു തുടങ്ങി, എനിക്ക് പുതിയ കൂട്ടുകാരനൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പം ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തായാലും സാറ് ചെല്ല്, സാറിനുള്ളതും കിട്ടും എന്ന് പറയാനേ. അപ്പോൾ വീണ്ടും ജയപാലന് ദേഷ്യം വരണ്ടേടാ, നീ എന്നെ പരിഹസിക്കുകയാണോടാന്ന് ചോദിക്കുകയാണേ. ഇല്ലില്ല പരിഹസിക്കൊന്നുമല്ല. അപ്പോൾ വിശാൽ പറയും വാ അച്ഛ കളഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് ചെല്ലൂട്ടോ. അപ്പോൾ ജയപാലൻ ചോദിക്കുകയാണ് പോലീസുകാരനോട്, എന്താ സാറേ ഇത്ര അർജൻറ്റായിട്ട് എന്നോട് വരണം എന്ന് പറഞ്ഞത്, ആരടിയന്തരത്തിന് വേണ്ടിയിട്ടാണ് വരണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കാവേരി ഇങ്ങനെ തിരിഞ്ഞു തൊട്ട് അറിയാൻ അടിയന്തരമായിട്ട് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറഞ്ഞതെന്ന് പറയുകയാണേ. കാവേരി കാണുമ്പോൾ അവർ ഞെട്ടിത്തെരിക്കുകയാണ് കേട്ടോ. കാവേരി മാത്രമല്ല യമുനയുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പിന്നെ കാണിക്കുന്നതുള്ള നെക്സ്റ്റ് വീക്കെൻഡ് പ്രേമമാണ് കേട്ടോ. അവിടെ വെച്ചിട്ട് ഇവർ ഒത്തുതീർപ്പാവാണ്. കാരണം യമുന കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശാലിൻ്റെ പേരിൽ പീഡന കേസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വേറെ നിവർത്തിയില്ലാതെ വിനീതിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ വിനീതിനെ കൊണ്ട് കാവേരി പോരാണ്. അന്നേരം ജയപാലൻ കുറേ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, ഇപ്പൊ തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ, പക്ഷേ നിങ്ങളെ കുരുക്കാനുള്ള കുരുക്കും കൊണ്ടേ ഞാൻ വരുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ജീവന് പകരം ചോദിക്കാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും വരുന്നു. എന്നിട്ട് ജയപാലിന്റെ മുന്നിൽ കൂടെ തന്നെ വിനീതിനെ ഇറക്കിക്കൊണ്ട് പോകാണ് കേട്ടോ, യമുനയും കാവേരിയും കൂടിയിട്ട്. പിന്നെ കാണിക്കുന്നത് രാഗിണിയുടെ ഒരു എൻട്രിയാണ് കേട്ടോ. രാഗിണി വരുമ്പോൾ തന്നെ നമ്മുടെ കാവേരിനെ ഒരു വണ്ടിമ കൊണ്ട് കാർ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് കാവേരി ഇങ്ങനെ തെറിച്ച് വീഴാണ്. അപ്പോൾ കാവേരി നന്നായിട്ട് അറിയാം രാഗിണിക്ക്. അപ്പോൾ അരവിന്ദൻ്റെ മകൾക്ക് എൻ്റെ സഹായം വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തിരിച്ച് നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ രാഗിണിക്ക് കാവേരിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് കാവേരി ചോദിക്കുന്നുണ്ട് ജയപാലൻ സാറിൻ്റെ മകൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വല്ല സഹായം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വലിയൊരു സംസാരമൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അടിയും നടക്കുന്നുണ്ട്, സംസാരവും നടക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജയപാലിൻ്റെ വീട്ടിലേക്ക് രാഗിണി വരുന്നതും പിന്നെ രാജേശ്വരിയും അതുപോലെ തന്നെ നിവിൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ വരുന്നതും കല്യാണം ഉറപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് കേട്ടോ. ഇത്രയാണ് വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.